അപ്പോൾ എന്തുകൊണ്ട് എൻഡോർക്കിന് പകരം യമഹയുടെ റേസ് ഡാർ എടുത്തു? ഈ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്സിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ലുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സി സ്കൂട്ടർ ലുക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഉള്ള സ്റ്റൈലിംഗ് എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഹാൻഡ് ഗാർഡ് വരുന്നത് അടിപൊളിയാണ്. പിന്നെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ ഹൈ ബീമും ലോ ബീമും ഉണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ അത് ഓഫ് ആവും. ഹെഡ്ലൈറ്റ് വരുന്നത് ഒരു LED യൂണിറ്റാണ്. 3 LED ആണ് വരുന്നത്. അത് ഒരെണ്ണം ലോ ബീമും ബാക്കി 2 ഹൈ ബീമും. ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന വണ്ടിയുടെ എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 125 cc വരുന്ന എഞ്ചിനാണ്. ഹൈബ്രിഡാണ് എഞ്ചിൻ. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഫുൾ ടൈം മോട്ടർ പിടിക്കുന്ന ടൈപ്പ് ഹൈബ്രിഡ് അല്ല. അങ്ങനെ വിചാരിച്ചൊരിക്കലും ഈ വണ്ടി എടുക്കരുത്. എന്നുവെച്ചാൽ പകുതി ടൈം മോട്ടറും പകുതി ടൈം എഞ്ചിനും പിടിക്കുന്ന ടൈപ്പൊന്നും അല്ല. ഇതിൽ വന്നേക്കുന്ന ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി ഒരു തേരിയിലൊക്കെ നിൽക്കുകയാണ്. വണ്ടിയിൽ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മോട്ടർ നമുക്ക് ചെറിയൊരു പുഷ് തരും. എന്ന് വെച്ചാൽ മോട്ടർ ക്രാങ്കിൻ്റെ കമ്പിയിലാണ് ഈ വണ്ടിയുടെ മോട്ടർ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പുഷും ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. പിന്നെ ഈ 60, 70, 106 എന്നൊക്കെ ആൾക്കാർ ഈ വണ്ടിക്ക് മൈലേജ് എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. അതൊന്നും എത്ര റിയൽ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് റിയലായിട്ട് കിട്ടുന്നത് ഒരു 50-60 ഇടയ്ക്കാണ് ഈ വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ സ്വിച്ച് ഗിയറൊക്കെ നോക്കുമ്പോഴത്തേക്ക് നോർമൽ സ്കൂട്ടിയുടെ പോലെ പാസ്, ഹൈ ബീം, ഇൻഡിക്കേറ്റർ ഓണ്. ഈ സൈഡ് നമുക്ക് ഈ വണ്ടിയിൽ സ്മാർട്ട് സ്റ്റോപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ വണ്ടി കുറച്ച് നേരം ഓടുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും നിർത്തി വെച്ചേക്കുമ്പോൾ ഓഫ് ആവും. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് വേണം. അത് ഹോണ്ടയിലൊക്കെ വണ്ടിയിൽ വരുന്നതന്നെ. ഇത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഡേ ടൈം റണ്ണിങ് ലാമ്പിൻ്റെ ഹൈ ബീമും ഓഫും. പിന്നെ സെൽഫ് സ്റ്റാർട്ട് സൈലൻ്റ് ആണ്. പിന്നെ മീറ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആകെ ഒരൊറ്റ സ്വിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ലൈറ്റുകളായിട്ട് ഇൻഡിക്കേറ്റർ, പിന്നെ ഇത് ഇക്കോ മോഡ്, പിന്നെ സ്മാർട്ട് മറ്റേ അസിസ്റ്റിൻ്റെ സംഭവം, പിന്നെ എൻജിൻ ലൈറ്റ്, ഹൈ ബീം, ലോ ബീമിൻ്റെ ലൈറ്റ്. പിന്നെ മീറ്ററിലോട്ട് വരുമ്പോൾ ഓഡോമീറ്റർ വരും. ട്രിപ്പ് മീറ്റർ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഫ്യൂൽ എക്കണോമി നമുക്ക് റിയൽ ടൈം ഫ്യൂൽ എക്കണോമി കാണിക്കും. അതിനെക്കുറിച്ച് ഞാൻ വണ്ടി ഓടുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നമ്മൾ ആവറേജ് ഫ്യൂൽ എക്കണോമിയാണ്. പിന്നെ വരുന്നത് ടൈം. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വണ്ടിക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ബൂട്ട് സ്പേസ് വരുന്നത് ഇത്രയാണ്. നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒന്നും കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഞാനിതിനകത്ത് ഇപ്പോൾ ചാർജറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, USB-യുടെ. ഇത്രയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ വണ്ടി എടുത്തതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എൻഡോർക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളാരടുത്ത് റേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ നോർമൽ ഡേ ടു ഡേ ഓടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂട്ടികളൊക്കെ എടുക്കുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജാണ് നോക്കിയിട്ട് എടുത്തേക്കുന്നത് ഈ വണ്ടി. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം വലിവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിവുണ്ട് വണ്ടിക്ക്. 0 to 60 ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഓടുന്ന ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു 60-70 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് സ്പീഡിലാണ് ഈ വണ്ടി ഓടുന്നത്. അതിന് ഈ വണ്ടി ബെസ്റ്റാണ്. 3 പേരെ ഇരുത്തി വലിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടിക്ക് കുറേ ആൾക്കാർ കുറേ നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരവരുടെ താല്പര്യങ്ങളായിരിക്കും. എൻ്റെ താല്പര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ മെയിൻ 2 ഫീച്ചേഴ്സ് പരിചയപ്പെടുത്താം. മെയിൻ 2 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്ക് വണ്ടി തനിയെ ഓഫായി. വണ്ടി കംപ്ലീറ്റ്ലി ഓഫാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മാർട്ട് അസിസ്റ്റ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഹൈബ്രിഡിൻ്റെ വലിവ് മൊത്തം കിട്ടുന്ന ഫീച്ചറാണ്. അതൊന്ന് ജസ്റ്റ് കാണിച്ചത്. വണ്ടിക്ക് അത്യാവശ്യം പവർ വേണ്ട സമയത്ത് ഒരു 5 സെക്കൻഡത്തേക്ക് ഈ സ്മാർട്ട് അസിസ്റ്റ്, ഈ മോട്ടർ നല്ല വൃത്തിയായിട്ട് വണ്ടിക്ക് നല്ലൊരു പവർ തരും. അതിനാണ് ഈ സ്മാർട്ട് അസിസ്റ്റ് എന്നവർ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റീനെ കുറിച്ച് തന്നെ സംസാരിക്കാം. വണ്ടി ആക്സിലറേഷൻ നല്ല സ്മൂത്ത്
പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ എൻഡോർക്കിനെയൊക്കെ ഒന്നും പോലെയൊന്നുമല്ല. യമഹയുടെ ഒരു ക്വാളിറ്റി വണ്ടിയുടെ ആക്സിലറേഷനിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വണ്ടി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 99 കിലോ ഉള്ളൂ ഈ വണ്ടി ടോട്ടലായിട്ട്, ഇത്രയും ബൾക്കായിട്ടുള്ള വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി അടിപൊളിയായിട്ട് ഫ്ലിക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ മെയിൻ ഫീച്ചറായിട്ട് വരുന്ന 2 ഐറ്റമാണ് റിയൽ ടൈം ഫ്യൂൽ എക്കണോമിയും പിന്നെ ആവറേജ് ഫ്യൂൽ എക്കണോമിയും. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ആക്യുറസി ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി ഒരു 50 to 60 ഇടയിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ച് കഴിഞ്ഞാലും മൈലേജ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ ഉപയോഗിച്ചേക്കുന്ന എൻജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് 125 cc ഒരു എയർ കൂൾഡ് 4 സ്ട്രോക്ക് എൻജിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് ടെക്നോളജി കൂടെ വരുന്നൊരു എൻജിനാണ്. 8.2 PS പവർ, 6500 RPM, 10.3 Nm ടോർക്ക്, 5000 RPM ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ വണ്ടിയുടെ ടെക്നിക്കൽ ഫിഗറുകൾ. നമ്മളെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്താണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ FC ഒക്കെ ഓടിക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ എൻജിനും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡേ ടു ഡേ ടാസ്ക് എല്ലാം ഈ വണ്ടിയുടെ ഒരു എൻജിൻ നടന്നു പോകും. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിക്കുള്ള ആക്സിലറേഷൻ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എൻഡോർക്കിനെ പോലുള്ളൊരു ആക്സിലറേഷൻ ഈ വണ്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഈ വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 60-70 പോയി കഴിഞ്ഞാലും വണ്ടിക്ക് ഏകദേശം ഒരു 40-50 റേഞ്ചിൽ മൈലേജ് കിട്ടും. നമ്മളൊരു 50-നകത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 60-നകത്ത് വണ്ടിക്ക് മൈലേജ് കിട്ടും. പിന്നെ വണ്ടിയുടെ മെയിൻ ഫീച്ചർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം വാറണ്ടിയാണ്. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് എൻജിൻ വാറണ്ടി 10 വർഷമാണ് യമഹ പറയുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ വണ്ടി നമ്മൾ ഒരു സ്കൂട്ടി ഒരാൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വണ്ടിയുടെ കൂടെ റേസ് ചെയ്യാനോ സ്ഥിരമായിട്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു സ്കൂട്ടി ആരും എടുക്കില്ല. അവർ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു സ്കൂട്ടി എല്ലാവരും എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വണ്ടി ഇപ്പോൾ പെർഫോമൻസ് വെച്ച് എൻഡോർക്കിനോടെ കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കുറവാണ്. എന്നാൽ ഡേ ടു ഡേ ടാസ്ക് നടന്നു പോകുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നടന്നു പോകും. ഈ വണ്ടി ഒരിക്കലും ഒരു തേരിയിലും പമ്മത്തില്ല. ഓൾറെഡി ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മളെ ബസ്സിലത്തെ ഒരു പുഷ് അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് മോട്ടറിൻ്റെ പവറും കൂടി എൻജിൻ്റെ കൂടെ നമുക്ക് കിട്ടും, ഡെലിവർ ആവുന്നുണ്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഒരു റിയൽ വേൾഡ് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു 1 ലിറ്റർ കറക്റ്റ് എണ്ണ അടിച്ചിട്ട് ഈ വണ്ടി ഓടി എത്രയാണ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അത് വേണമെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. റൈഡിങ് കംഫർട്ടിൻ്റെ സൈഡിനോട്ട് നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ചെറിയൊരു അപകടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് സസ്പെൻഷൻ അത്രയും നല്ല സ്റ്റിഫാണ്. ചെറിയ കട്ടറൊക്കെ അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. വലിയ കട്ടറൊക്കെ വണ്ടി കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. ബാക്കി ഈ വണ്ടിയുടെ സൈഡിന് എന്ത് നോക്കിയാലും പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും റൈഡിങ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ആക്സിലറേഷനും വണ്ടി തരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് തരുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അടിപൊളി പാക്കേജാണ്. പിന്നെ ഈ വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഞാൻ 1 ലക്ഷം രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം വില വരുന്നത്. നമ്മൾ ഓൺ റോഡ് ആകുമ്പോൾ ഏകദേശം ഒരു 1.11 ഇത്രയൊക്കെ വരത്തുള്ളൂ. ഈ വണ്ടി ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ നിന്ന് എനിക്ക് ഈ വണ്ടി കിട്ടി. ഈ വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില കുറഞ്ഞ, ഭാരം കുറഞ്ഞ, നല്ല മൈലേജുള്ള, അത്യാവശ്യം ആക്സിലറേഷനുള്ളൊരു വണ്ടിയാണിത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയാണ്. ഈ വണ്ടി നല്ലൊരു ചോയ്സാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തെറ്റും കുറവൊക്കെ കാണും. അടുത്ത തവണ എന്തായാലും നമ്മൾ പരിഹരിക്കും. പുതിയൊരു വണ്ടിയായിട്ട് നമ്മൾ വരുന്നതാണ്. ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഞാൻ നോക്കുന്നുണ്ട്, മാക്സിമം ചെയ്യാം. ഓക്കെ എന്നാൽ.